ഹലോ, നമസ്കാരം. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കാം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ സൈബർ തട്ടിപ്പുകളാണ്. ഡിജിറ്റൽ ഓറിയൻറ്റഡ് തട്ടിപ്പുകൾ. ഇത് പ്രധാനമായും നടക്കുന്നത് ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഒന്നാമത്തെ കാരണം ഇവർ പിടിക്കപ്പെടാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരു വട്ടം മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മണി ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾക്കുള്ളത് കൊണ്ടും ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകാർക്ക് സമയം കുറവായതുകൊണ്ടും നോളജ് കുറവായതുകൊണ്ടും അവർ പെട്ടെന്ന് ചെറുകിട ബിസിനസ്സുകാർക്ക് സെയിൽസ് പ്രഷർ കൂടുതലുള്ളത് കൊണ്ടും പെട്ടെന്ന് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലേക്ക് ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓൺലൈൻ ആൻഡ് ഡിജിറ്റൽ സ്കാംസ്. ഇപ്പോൾ $2 ട്രില്യൺ അടക്കം ലോകം മൊത്തം നഷ്ടപ്പെടുന്നുണ്ട് സൈബർ ക്രൈമിൻ്റെ റീസൺ കൊണ്ട്. ഒരു 3.5 ബില്യൺ ഇമെയിലുകൾ, ഇങ്ങനെയുള്ള ഇമെയിലുകൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഏതാണ്ട് സെയിം ആണെങ്കിലും എൻഡ് പോയിൻ്റ് ഏതാണ്ട് സെയിം ആണെങ്കിലും സ്റ്റോറികൾ നനഞ്ഞുകൊണ്ടേയിരിക്കും. 43% അറ്റാക്കും ഒരു സർവേ പ്രകാരം ചെറിയ കിട കമ്പനികൾക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. വൈ ഡിജിറ്റൽ സ്കാംസ് ആർ ഗ്രോയിങ് ഫാസ്റ്റ്. ഒന്ന്, ബിസിനസ്സുകളൊക്കെ ഓൺലൈനായി, എല്ലാം ഇ കൊമേഴ്സിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഓൺലൈനിലാണ് കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത്. ഒരു തട്ടിപ്പുകാരൻ ഏറ്റവും സേഫാണ്, മുഖം കാണിക്കേണ്ട കാര്യമില്ല. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ്, പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് ഒരു ക്രെഡിറ്റ് ആവും. ഫേക്ക് ഐഡൻറ്റിറ്റി, ഒരു ID പ്രൂഫോ കാര്യങ്ങളോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് പണം തട്ടിയെടുക്കുക എന്നുള്ളത്. വെരിഫിക്കേഷൻ വളരെ വീക്കാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ വെരിഫിക്കേഷൻ വളരെ വീക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് കൂടുന്നത്. സൈബർ ക്രൈം ഗ്ലോബൽ കോസ്റ്റ്, ഇതെല്ലാം $1 ട്രില്യൺ. 2020 ഇത് 3 ആയിരുന്നു. അത് കഴിഞ്ഞ് 6 ട്രില്യണായി, 7 ട്രില്യണായി, 8 ട്രില്യണായി, 11 ട്രില്യണാണ് 2025. എക്സ്പേർട്ട് എക്സ്പെക്ട് ചെയ്യുന്നു അടുത്ത ഒരു 2028 ആകുമ്പോഴേക്കും അത് 14 ട്രില്യണോളം ആയിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് സേഫ്റ്റി, ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ വരുന്ന സേഫ്റ്റി കൊണ്ട് കൂടുതൽ ആളുകൾ ഇതിൽ അട്രാക്ട് ചെയ്തിട്ട് ഓൺലൈൻ സ്കാമിന് വേണ്ടി തുനിയാണ്. ഓൺലൈൻ സ്കാം ഫീൽ സേഫ് ബിക്കോസ് ദർ ഈസ് നോ ഫിസിക്കൽ പ്രസൻസ്. ഫിസിക്കൽ പ്രസൻസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കത്തി കാട്ടാതെയോ അല്ലെങ്കിൽ ബോംബ് കാട്ടാതെ ഭീഷണിപ്പെടുത്താതെയോ വാതിൽ പൊളിക്കാതെയോ തന്നെ മോഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. എക്സാക്ട്ലി അത് തന്നെയാണ് ഇതിനെ ഡേഞ്ചറസ് ആക്കുന്നത്. എങ്ങനെയാണ് ഒരു സൈബർ തട്ടിപ്പ് വർക്ക് ചെയ്യുന്നത്? നോൺ ബ്രാൻഡ് ഉണ്ടല്ലോ, ആമസോൺ അല്ലെങ്കിൽ ഒരു വലിയ HDFC ബാങ്ക്, അതിന് ഇംപേഴ്സണേറ്റ് ചെയ്യാം. എന്നിട്ട് കോപ്പി ലോഗോ, ഫേക്ക് ഫോട്ടോസ് ഒക്കെ നമുക്ക് അയച്ചു തരും. ബിസിനസ് ലൈക്ക് ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ബിൽഡ് എ ട്രസ്റ്റ്. ആസ്ക് ഫോർ പേയ്മെൻറ്റ്, OTP, ലോഗിൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ OTP ചോദിക്കുന്നു. ക്രിയേറ്റ് ഫാൾസ് അർജൻസി, അതിലൂടെ OTPയും അല്ലെങ്കിൽ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നതോടുകൂടി പണം നഷ്ടപ്പെടുന്നു. എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ് എന്ന് നോക്കാം. അൺനോൺ നമ്പർ ഒരു ദിവസം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബൈ ഇമെയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ. അർജൻറ്റ് പാനിക് ടോൺ മെസ്സേജ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉടൻ ബ്ലോക്ക് ആവുന്നുള്ള ലെവലിലുള്ള ഒരു മെസ്സേജ്. ലിങ്ക് സെൻഡ് വയ വാട്സപ്പ് ഓർ DM. വാട്സപ്പിൽ വഴി ഈ ഒരു കമ്പനിയുടെ ലിങ്ക് അയക്കുന്നു. ഇതെവിടേക്കാണെന്ന് പറഞ്ഞാൽ പുവർ ഗ്രാമർ ആയിരിക്കും, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും, മിക്സഡ് വിത്ത് പ്രൊഫഷണലിസം പോലെ തോന്നിക്കുമെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കുകളും അതിൽ കണ്ടുപിടിക്കാൻ കഴിയും. റിക്വസ്റ്റ് ഫോർ OTP ഓർ സ്ക്രീൻ ആക്സസ്, നമ്മളുടെ അടുത്ത് സ്ക്രീൻ ആക്സസ് അല്ലെങ്കിൽ OTP ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം? വെരിഫൈ വയ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓൺലി. ഒരു കാരണവശാലും
പുതിയൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ നോക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. ഉദാഹരണത്തിന് www.sbi.com എന്നാണ് SBIൻ്റെ വെബ്സൈറ്റ് എങ്കിൽ www.sb1.com എന്ന് പറഞ്ഞിട്ട് ഒരു URL ഇവർ ഫേക്ക് ഈ സ്കാമേഴ്സ് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് www.sbi.com എന്നാണെന്നുണ്ടെങ്കിൽ ഇമെയിലിൽ ഈ ഹൈപ്പർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഡയറക്റ്റ് ചെയ്ത വെബ്സൈറ്റിലേക്ക് ചെന്ന് ചാടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മേലെ നോക്കുക, ടാസ്ക് ബാറിൽ നോക്കുക. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അത് കറക്റ്റ് URL ആണോ അല്ലയോ. ഇതിങ്ങനെ ഒരു ഫേക്ക് പ്രൊഫൈൽസിന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ ബ്ലോക്ക് ചെയ്യുക, അത് ബാങ്കിൽ അറിയിക്കുക. കോൾ ദ ബ്രാൻഡ് ഡയറക്ട്ലി ടു കൺഫേം. ഇത് ബാങ്ക് എന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഒരു പക്ഷേ ആമസോൺ ആയിരിക്കും, ഫ്ലിപ്കാർട്ട് ആയിരിക്കും, അതുപോലത്തെ അലിബാബ ആയിരിക്കും, അതുപോലത്തെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കോപ്പി ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. എനേബിൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എപ്പോഴും എല്ലാ ബാങ്കിലും. ഇമെയിൽ സ്പൂഫിംഗ് ആൻഡ് സ്കാംസ്. 2.9 billion lost to business email compromise in 2023 alone. $2.9 billion മൊത്തം എക്കോണമിയിൽ നിന്ന് വാനിഷായി. ഈ ഇമെയിൽ സ്കാം സ്ട്രോങ് ആയിരിക്കുന്നതുകൊണ്ട് അത് വാനിഷായി. സ്കാമേഴ്സ് ഫോർ ടാർഗറ്റ് കമ്പനി. ഒരു കമ്പനിയെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നു, അവരെ ഇമെയിലുകൾ ഹാക്ക് ചെയ്യുന്നു, ഇമെയിൽ പാറ്റേൺ, പേയ്മെൻറ്റ് ഷെഡ്യൂൾ, പേയ്മെൻറ്റ് സർക്കിളൊക്കെ അവർ വായിച്ച് മനസ്സിലാക്കുന്നു. ക്രിയേറ്റ് സ്പൂഫ്ഡ് ഇമെയിൽ അഡ്രസ്. ഫോർ എക്സാമ്പിൾ accounts@google.com ആണെന്ന് വെച്ചോ. അപ്പോൾ ഒരു ഓയ്ക്ക് പകരം ഒരു 0 ആയിരിക്കും ഉണ്ടാവുക. accounts@company.com അല്ലെങ്കിൽ accounts@company.com. കണ്ടില്ലേ, ഇത് രണ്ടും ഏതാണ്ട് ഒരേപോലെ ഇരിക്കും അപ്പിയറൻസിൽ, രണ്ടാണ്. 1 character ചേഞ്ച്. സെൻഡ് ഫേക്ക് ഇൻവോയ്സസ് ആൻഡ് ബാങ്ക് അപ്ഡേറ്റ്. ഫേക്ക് ഇൻവോയ്സസ് അയച്ചു തരും, എന്നിട്ട് അതിന് ശേഷം നമ്മൾ അവർ പറയുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, പണം നഷ്ടപ്പെടുന്നു. വിക്ടിം പേസ്, മണി ഗോൺ. വയർ ട്രാൻസ്ഫേഴ്സ് ആർ നിയർ ഇമ്പോസിബിൾ ടു റിവേഴ്സ് വൺസ് കൺഫേം. വയർ ട്രാൻസ്ഫറിൽ എപ്പോഴെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് ഇട്ടാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണത്. വെരിഫൈ ബാങ്ക് ഡീറ്റെയിൽസ് ചേഞ്ചസ് വയ ഫോൺ. ചെക്ക് ഇമെയിൽ ക്യാരക്ടർ ബൈ ക്യാരക്ടർ. പുതിയ ഒരു ഇമെയിൽ ഇങ്ങനത്തെ ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് ചെക്ക് ചെയ്യുക. അതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഡീൽ ചെയ്തിരിക്കുന്ന കമ്പനിയായിട്ട് വിളിച്ചിട്ട് അവരുമായിട്ട് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്താൽ മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. 2 പേര് എപ്പോഴും ഇങ്ങനെയുള്ള പേയ്മെൻറ്റുകൾ അപ്രൂവ് ചെയ്യാൻ ഉണ്ടാക്കുക. അപ്പോൾ ഒരാൾ മിസ്സായാലും ഒരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. വെബ്സൈറ്റ് ക്ലോണിംഗ് പ്ലസ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്കാം. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ. അതുപോലത്തെ ഒരു കണ്ടിന്യൂഷനാണ്. sbi.co.in/com. പക്ഷേ ഇവിടെ കണ്ടില്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് sb1.co.in. കണ്ടാൽ രണ്ടും ഒരേപോലെ ഇരിക്കും, പക്ഷേ രണ്ടാണ്. വാട്ട് സ്കാമേഴ്സ് ക്ലോൺ. ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, ബാങ്ക് ലോഗിൻ പേജ് ആൻഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളെ സ്കാമേഴ്സ് ക്ലോൺ ചെയ്തിട്ട് പണം തട്ടിയെടുക്കുന്നു. റെഡ് ഫ്ലാഗ്, നോട്ട് HTTPS. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. HTTPS ആണോ HTTP ആണോ എന്ന് നോക്കണം. സൈറ്റ് URL മിസ്സ്പെല്ലിംഗ്. URL മിസ്സ്പെല്ലിംഗ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുമായിട്ടുള്ള എല്ലാ ഡീൽസും ഒപ്പം തന്നെ കട്ട് ചെയ്യണം. പുവർ സപ്പോർട്ട്, സെൻസ് ഓഫ് അർജൻസി. ബുക്ക് മാർക്ക്. എങ്ങനെ ഇതിനെ പ്രൊട്ടക്ഷൻ ചെയ്യും? നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്യുക ബാങ്ക് സൈറ്റ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ബാങ്ക് സൈറ്റ് ബുക്ക് മാർക്ക് ചെയ്യുക. ഒരിക്കലും ഒരു കാരണവശാലും തെറ്റില്ല. വേറൊരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ബാങ്ക് സൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. ആൾവേസ് ചെക്ക് ഫോർ പാഡ്ലോക്ക്. നെവർ ക്ലിക്ക് ഇമെയിൽ ലിങ്ക്സ് ടു ദ ബാങ്ക്. ഇമെയിലിൽ ഏതെങ്കിലും ഒരു ബാങ്ക് പേയ്മെൻറ്റിൻ്റെ ഒരു ലിങ്ക് വന്ന് അതിൽ ക്ലിക്ക് ചെയ്യരുത്. അടുത്തൊന്ന് പേയ്മെൻറ്റ് മാനിപ്പുലേഷൻ. ഫേക്ക് UPI കളക്ട് റിക്വസ്റ്റ്. വിക്ടിം unknowingly authorized payment thinking it's a receipt. UPI സ്കാൻ കോഡ് ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓത്തറൈസ് ചെയ്യാണ് പേയ്മെൻറ്റ്. സ്ക്രീൻ ഷെയറിംഗ് ട്രിക്സ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്കാമർ
വിക്ടിമിൻ്റെ അടുത്ത് വളരെ പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യും, ഞാൻ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ തകരാറുണ്ട്, നിങ്ങൾക്ക് എനി ഡെസ്ക് വഴിയോ അല്ലെങ്കിൽ ടീം വ്യൂവർ വഴിയോ ഞങ്ങൾക്ക് ആക്സസ് തരണം എന്ന് പറഞ്ഞു. ആക്സസ് കൊടുക്കുന്നതോടുകൂടി പണം നഷ്ടപ്പെടുന്നു. ഫേക്ക് പേയ്മെൻറ്റ് കൺഫർമേഷൻ ബൈ SMS ഇമെയിലോ നിങ്ങൾക്ക് വരുന്നു. നെവർ ഷെയർ യുവർ സ്ക്രീൻ ഫോർ എനി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് ഒരു കാരണവശാലും എനി ഡെസ്കോ ടീം വ്യൂവറോ വെച്ചിട്ട് ഷെയറിങ് കൊടുക്കരുത്. അവർക്ക് മാത്രമല്ല, നിങ്ങളുടെ IT ആണെങ്കിലും കൂടി, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിലും കൂടി ലെജിറ്റിമേറ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യാവുള്ളൂ. അടുത്തത് അഡ്വർടൈസ്മെൻറ്റ് സ്കാം ആൻഡ് സബ്സ്ക്രിപ്ഷൻ ടാക്സ്. ഈ കാണുന്നതൊക്കെ ടോട്ടൽ 2023 മാത്രം ഓൺലൈൻ ഫ്രോഡിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഏറ്റവും കൂടുതലുള്ളത് പേയ്മെൻറ്റ് ഫ്രോഡാണ്. ഫേക്ക് ആഡ് ജോബ്സ്, ഇ-കൊമേഴ്സ്, സബ്സ്ക്രിപ്ഷൻ, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് അതേഴ്സ്. ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് സ്കാം, ഫേക്ക് ആഡ് വരുന്നു, ലീഡ് വരുന്നു, ഫ്രാഞ്ചൈസി ഓഫർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പാക്കേജ് കൊണ്ട് ഫേക്ക് ആഡ് വരുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവില്ല, ഒരു വെബ്സൈറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവർക്ക് അൺറിയലിസ്റ്റിക് ROI ക്ലെയിം. 30% അല്ലെങ്കിൽ 40% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഒരാൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ മനസ്സിലാക്കുക അത് ഫേക്ക് ആണെന്ന്. പ്രൊട്ടക്ഷൻ എപ്പോൾ ഉണ്ടെങ്കിലും നിങ്ങൾ പോർട്ട്ഫോളിയോ റിക്വസ്റ്റ് ചെയ്യുക ആൻഡ് ഒരിക്കലും ഫുൾ അപ്പ് ഫണ്ട് പേയ്മെൻറ്റ് കൊടുക്കരുത്. വെരിഫൈഡ് GST നമ്പർ കിട്ടുകയാണെങ്കിൽ അത് GSTൻ്റെ വെബ്സൈറ്റിൽ പോവുക, നമ്പർ അടിച്ച് നോക്കുക, അതേ കമ്പനിയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, അതേ അഡ്രസ്സായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. സബ്സ്ക്രിപ്ഷൻ ആൻഡ് ട്രയൽ ട്രാപ്സ്. ഫ്രീ ട്രയൽ, ഇത് ഒരുപാട് വെബ്സൈറ്റുകൾ ചെയ്യുന്നുണ്ട്. ഹിഡൻ ഓട്ടോ റിന്യൂവൽ, പെട്ടെന്ന് പറയും ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് അങ്ങനെ പറയും ഞങ്ങൾക്ക് ഇതാവാൻ ഫ്രീ ട്രയൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ എല്ലാ മാസവും ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെങ്ങനെ അൺസബ്സ്ക്രൈബ് അടിച്ചു കഴിഞ്ഞാലും അത് പോവില്ല, എല്ലാ മാസവും ഇത് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. ട്രിക്ക്, ബറീഡ് ഫൈൻ പ്രിൻറ്റ്, നോ ക്ലിയർ ക്യാൻസലേഷൻ ഓപ്ഷൻ. ഒരു വ്യക്തമായിട്ടൊരു ക്യാൻസലേഷൻ ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് ഇവരുടെ ടെക്നിക്ക്. നമുക്കൊരിക്കലും ഇവരെ നേരിട്ട് വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. യൂസ്ഡ് എ വിർച്വൽ കാർഡ് ഫോർ ട്രയൽ. അത്രയും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ബാങ്കിൽ വിർച്വൽ കാർഡ് അപ്ലൈ ചെയ്യുക, ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടി മാത്രം. അതിൽ കൂടെ ഇതാകുക. എസ്പെഷ്യലി കലണ്ടറിൽ റിമൈൻഡർ അടിക്കുക. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത സർവീസ് ആണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്ക് ബിസിനസ് ഓണേഴ്സിൻ്റെ സെക്യൂരിറ്റി ചെക്ക് ലിസ്റ്റ് എന്തൊക്കെ ചെയ്യണം നോക്കാം. എപ്പോഴും സ്ട്രോങ് യുണീക്ക് പാസ്വേഡ്, നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, സിമ്പല് എല്ലാം കൂടി ചേരുന്ന ഒരു 10-12 ഒരു ക്യാരക്ടേഴ്സ് വരുന്ന ഒരു സ്ട്രോങ് പാസ്വേഡ് ഉണ്ടാക്കുക. എല്ലാത്തിനും ഒരു പാസ്വേഡ് ഉപയോഗിക്കാതിരിക്കുക. എനേബിൾ 2-factor authentication ഓൺ ഓൾ അക്കൗണ്ട്സ്. റെസ്ട്രിക്റ്റ് എംപ്ലോയി ആക്സസ് റൈറ്റ്. എംപ്ലോയീസിന് നിങ്ങൾ ചിലപ്പോൾ ബാങ്കിൻ്റെ ഓൺലൈൻ പാസ്വേഡ് കൊടുക്കും, പക്ഷെ അവരിന് ആ യൂസറിന് റെസ്ട്രിക്റ്റ് ചെയ്യുക. എസ്പെഷ്യലി ഓത്തറൈസേഷൻ ഒരാളിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യുക, എസ്പെഷ്യലി ഓൺ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്. റെഗുലർലി അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ആൻറ്റിവൈറസ്. സിസ്റ്റത്തിൽ എപ്പോഴും സോഫ്റ്റ്വെയറുകളും ആൻറ്റിവൈറസുകളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. പുതിയ അപ്ഡേറ്റ് നടക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കർമാരത് ബൈപ്പാസ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. ട്രെയിൻ സ്റ്റാഫ് ഓൺ ഫിഷിംഗ് റെക്കഗ്നിഷൻ. എപ്പോഴും ഇതേപോലുള്ള സ്കാമുകളിൽ പെടാതിരിക്കാൻ വേണ്ടി സ്റ്റാഫിനെ എപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഡാറ്റ എപ്പോഴും ബാക്കപ്പ് എടുത്തുകൊണ്ടിരിക്കുക, ഒരു വീക്ക്ലി ബേസിലെങ്കിലും. യൂസ് എ ബിസിനസ് VPN ഓൺ പബ്ലിക് നെറ്റ്വർക്ക്സ്. പബ്ലിക് നെറ്റ്വർക്ക് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ എപ്പോഴും VPN യൂസ് ചെയ്യുക. എന്തൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന മിസ്റ്റേക്ക്? 1. ക്ലിക്ക് അൺനോയിങ് ലിങ്ക്, ട്രസ്റ്റിംഗ് ഇമെയിൽസ് ബ്ലൈൻഡ്ലി, റീയൂസിങ് പാസ്വേഡ് അക്രോസ് ഓൾ പ്ലാറ്റ്ഫോം, ignoring small warning sign, skipping software update, sharing OTP and credential, no employee cyber training.
സൈബർ ട്രെയിനിങ് എപ്പോഴും എംപ്ലോയീസിന് കൊടുക്കുക. ഒരു കാരണവശാലും OTP ഷെയർ ചെയ്യരുത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഒരു വാർണിംഗ് ഇതുണ്ടെങ്കിൽ, ഗട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ചെയ്യാണ്ടിരിക്കുക. റീയൂസിങ് പാസ്വേഡ് അക്രോസ് ഓൾ പ്ലാറ്റ്ഫോം. ഒരു പാസ്വേഡ് തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കാതിരിക്കുക. ട്രസ്റ്റിംഗ് ഇമെയിൽ വന്നതെല്ലാം ജെനുവിൻ ആണ് എന്ന് വിശ്വസിക്കാതിരിക്കുക. ക്ലിക്കിംഗ് അൺനോൺ ലിങ്ക്സ് നിങ്ങളുടെ ഇമെയിൽ വരികയാണെങ്കിൽ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. കേസ് സ്റ്റഡി. ഒരു അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഒരു ഇമെയിൽ റിസീവ് ചെയ്യുന്നു വെൻഡറിൽ തന്നെ. ഇമെയിൽ റീഡ് അർജൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ്, പ്ലീസ് പ്രോസസ് ദ പേയ്മെൻറ്റ്. നമ്മൾ ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെൻഡറിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റിനുള്ള ഒരു മെസ്സേജ് വരുന്നു. ഇമെയിൽ തെറ്റില്ല, ഒന്നും തെറ്റില്ല, പക്ഷെ മെസ്സേജ് പുതിയ ബാങ്ക് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ് വരുന്നത്. മാറി എന്നുള്ളതുണ്ട്. പേയ്മെൻറ്റ് 4.2 ലക്ഷം രൂപ ഒരു പ്രോസസ്സ് ചെയ്യണം വിത്തൗട്ട് ഓൺ വെരിഫിക്കേഷൻ. അതിന് ഒരു വേറെ എന്തെങ്കിലും ഒഴിവുകഴിവ് പറയും. ഞാൻ ഏതെങ്കിലും മീറ്റിങ്ങിലാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിവുകഴിവ് പറയും. ഓൺ വെരിഫിക്കേഷൻ ചെയ്യാണ്ടിരിക്കാൻ. റിയൽ വെൻഡർ കോൾ ആസ്കിങ് അബൌട്ട് ഓവർ ഡ്യൂ ഇൻവോയ്സ്, ഫ്രോഡ് ഡിസ്കവേർഡ്. ഈ പേയ്മെൻറ്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഒറിജിനൽ വെൻഡർ വിളിച്ചു പറയുന്നു എൻ്റെ പേയ്മെൻറ്റ് എവിടെ. അപ്പോഴാണ് മനസ്സിലായാലും ഫ്രോഡ് നടന്നിരിക്കുന്നു. കംപ്ലൈൻറ്റ് ഫിൽഡ് വിത്ത് സൈബർ സെൽ. കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു സൈബർ സെല്ലിൽ, പക്ഷേ ബാങ്ക് അണേബിൾ ടു റിവേഴ്സ് ദ വയർ. ഒരു കാരണവശാലും ബാങ്ക് അത് റിവേഴ്സ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അതായത് നിങ്ങൾ എപ്പോഴും ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമെയിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമെയിൽ വരെ ഹാക്ക് ചെയ്യപ്പെടാം. പുതിയ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് തന്നിട്ട് അതിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയണമെങ്കിൽ ഫോണിൽ വിളിച്ച് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. 1 phone call could have saved this 4.2 lakhs. Okay, this is a chapter 6 summary. Identity confusion is a core. Scams work by making fake look real. ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ, സൈബർ തട്ടിപ്പ് നടക്കുക. ഡിജിറ്റൽ സ്പീഡ് ആംപ്ലിഫൈസ് റിസ്ക്. കൂടുതൽ പെട്ടെന്ന് നമ്മൾ ഇത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത്രയും റിസ്ക് കൂടുതലുണ്ടാവും. എസ്പെഷ്യലി പുതിയ ബാങ്ക് ഡീറ്റെയിൽസ് വെണ്ടർ തരികയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വെണ്ടർ ഡയറക്റ്റ് വിളിച്ചിട്ട് ഈ പുതിയ ബാങ്ക് അക്കൗണ്ടിൽ വേണം പേയ്മെൻറ്റ് ഇടാനെന്ന് പറയാം. എങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വെരിഫിക്കേഷൻ ബീറ്റ്സ് കൺവീനിയൻസ്. നമ്മുടെ കൺവീനിയൻസിനെക്കാളും കൂടുതൽ വെരിഫിക്കേഷനാണ് എപ്പോഴും നമ്മൾ സേഫ് ആക്കുക. ഒന്ന് വിളിച്ച് 2 മിനിറ്റ് ഫോൺ കോൾ ഉണ്ടാവുള്ളൂ, അതൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ സേവ് ചെയ്യാം. സൈബർ അവയർനെസ് ഈസ് ഈക്വൽ ടു ബിസിനസ് പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യേണ്ട ഒരു ബാധ്യത നിങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വരും കാലഘട്ടത്തിൽ സൈബർ അവയർനെസ്സിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതും, അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ സമീപിക്കാമെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. അതും അല്ലെങ്കിൽ അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ സമീപിക്കാൻ ഞങ്ങൾ അതിനുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ.